ശബരിമലയിലെ സ്വർണ്ണപ്പാളിയുടെ ഭാരം കുറഞ്ഞതിൽ അന്വേഷണത്തിന് ഉത്തരവിട്ട് ഹൈക്കോടതി. വിജിലൻസ് ഓഫീസർ 3 ആഴ്ചയ്ക്കകം അന്വേഷണം പൂർത്തിയാക്കണമെന്നും റിപ്പോർട്ട് നൽകണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു. സ്വർണ്ണാവരണം ചെയ്ത ലോഹത്തിന്റെ ഭാരം കുറഞ്ഞത് എങ്ങനെയെന്നും 42 കിലോഗ്രാം എങ്ങനെ 38 കിലോഗ്രാമായി കുറഞ്ഞുവെന്നും ഹൈക്കോടതി ചോദിച്ചു. ഇന്ധനം വല്ലതുമാണെങ്കിൽ ഭാരം കുറയുന്നത് മനസ്സിലാക്കാമെന്നും സ്വർണത്തിന്റെ ഭാരം എങ്ങനെ കുറഞ്ഞുവെന്നും ദേവസ്വം ബോർഡിനോട് കോടതി ചോദിച്ചു. മഹസർ ഉൾപ്പെടെയുള്ള രേഖകൾ പരിശോധിച്ച ശേഷമായിരുന്നു ഹൈക്കോടതിയുടെ ചോദ്യങ്ങൾ. ഇതിനിടെ ശബരിമലയിൽ താൻ സമർപ്പിച്ച സ്വർണം പൂശിയ 2 ദ്വാരപാലക ശില്പങ്ങളുടെ പീഠം കാണാനില്ലെന്ന ആരോപണവുമായി വഴിപാടുകാരൻ ഉണ്ണികൃഷ്ണൻ പോറ്റി രംഗത്തെത്തി. 2020 പകുതിയായപ്പോൾ ചില ഭാഗങ്ങളിൽ സ്വർണം ഇല്ലാതെ കോപ്പറായിട്ട് തന്നെ തെളിഞ്ഞ് കാണാൻ തുടങ്ങി. അങ്ങനെ വന്നപ്പോൾ ദേവസ്വം ബോർഡ് ഇന്നമാതിരി ഒരു അഭിപ്രായം പറഞ്ഞു. കാര്യം നിങ്ങൾ ഇത്ര വർഷം ഗ്യാരണ്ടി എന്ന് പറഞ്ഞിരുന്നു, പക്ഷേ ഇതാ ഇന്നമാതിരി ഒരു ഡാമേജ് ഉണ്ട് എന്ന് പറഞ്ഞു. കമ്പനി അറിയിച്ചോ പറഞ്ഞു ഫ്രീ ഓഫ് കോസ്റ്റ് തന്നെ നമ്മൾ ചെയ്തു തരാം. ഒരു കറിക്കിംഗ് മിസ്റ്റേക്ക് ആണ്. 2 ദ്വാരപാലകർ നമ്മൾ ചെയ്തു കൊടുത്തിട്ടില്ല, 2 ദ്വാരപാലക പീഠം മാത്രമേ ചെയ്തു കൊടുത്തിട്ടുള്ളൂ. കാണാനില്ല എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. അത് എവിടെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഉണ്ടാവണം. കാര്യം നമ്മൾ കൊടുത്തൊരു സാധനം അത് എങ്ങും ദേവസ്വത്തിന്റെ ഇതിൽ നിന്ന് പോയിട്ടുണ്ടാവാൻ ഒരു ചാൻസും ഇല്ല. 2019 ദ്വാരപാലക ശില്പങ്ങൾ ചെമ്പുപാളി പൊതിഞ്ഞ് സ്വർണം പൂശിയത്. കേടുപാട് പറഞ്ഞതോടെ 2021 പുതിയ 2 പീഠങ്ങൾ സ്വർണം പൂശി സമർപ്പിച്ചു. പരിചയക്കാരന്റെ കൈവശമാണ് ശബരിമലയിലേക്ക് കൊടുത്തുവിട്ടത്. നിലവിൽ അതെവിടെയെന്നറിയില്ല. അതിലെ സ്വർണവും ദ്വാരപാലക ശില്പങ്ങളുടെ അറ്റകുറ്റപ്പണിയുടെ സ്വർണം പൂശലിന് ഉപയോഗിക്കാമെന്ന് ചൂണ്ടിക്കാട്ടി അയച്ച കത്തിൽ പിശകുണ്ടായി. ദ്വാരപാലക ശില്പങ്ങളിലെ പീഠമെന്നതിനു പകരം ദ്വാരപാലക ശില്പമെന്നായിപ്പോയി എന്നും ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞു. ന്യൂസ് മലയാളം, പത്തനംതിട്ട.